തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. MLA സുനിത കീ ജയ്. എന്റെ പൊന്നണ്ണ, നമ്മൾ ഈ ഇലക്ഷന് ജയിച്ചിട്ട് നിങ്ങൾ എന്തിനാ മുദ്രാവാക്യം വിളിക്കുന്ന? ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ മുദ്രാവാക്യം. അടുത്ത 5 വർഷം നാട്ടുകാരെ വിളിക്കേണ്ടത്. മുദ്രാവാക്യോ? അല്ല, തെറി. അല്ല, ഇത്രേ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ട് ഇവരെന്നെ തന്നെ ഇലക്ഷനൊക്കെ നിർത്തിയെന്ത്? എടി, MLA എന്ന് പറഞ്ഞാൽ നിസാര കാര്യമാണോ? അങ്ങനെ ആരെങ്കിലും ഒക്കെ പിടിച്ച് നിർത്താൻ പറ്റുമോ? വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ കിട്ടണ്ടേ? അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ അമ്മേനെ കൂടെ നിർത്തിയത്. അല്ല, ഞാൻ നിങ്ങളുടെ അമ്മയും കൂടെ ഒരേ വീട്ടിൽ നിന്ന് 2 പാർട്ടിക്ക് മത്സരിച്ച്, എന്നിട്ട് ഒരു വോട്ടിന് ഞാൻ ജയിച്ച്. ആ ഒരു വോട്ടിന്റെ കള്ളോട്ടാണേ. അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് വിഷമാവോ? എന്ത് വിഷമം? എടി, അമ്മ എന്നല്ലേ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് ആര് ജയിച്ചാൽ ഒരു പ്രശ്നമില്ലെന്ന്, ഈ വീടിനൊരു MLA ആവുന്ന്. അമ്മയ്ക്കതൊരു വിഷയമേ അല്ല. നീ നോക്കിക്കോ, അമ്മ വരുമ്പോഴേ സന്തോഷം കൊണ്ട് ഈ വീട് സ്വർഗ വീടാവും. ആവും, അല്ലേ? നമ്മൾ ആക്കും. അമ്മേ, എടി, നീ ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ. തോറ്റേന്റെ എന്തെങ്കിലും വിഷമം ഉണ്ടോന്ന്? അയ്യോ, ആരാ ഇത്? MLAയുടെ അമ്മായി അമ്മയോ? ഇത്രയും വലിയ സന്തോഷമുള്ള ഒരു കാര്യം വീട്ടിൽ നടന്നിട്ട് അമ്മ എന്തമ്മ ഒന്ന് പറയാതിരിക്കുന്ന? ഈ ലഡു അങ്ങോട്ട് എടുത്ത് തിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ അമ്മ. എന്നാ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഓ, പറ. നീ ഇപ്പൊ തന്നെ MLA സ്ഥാനം രാജിവെച്ച് ബൈ ഇലക്ഷൻ വെക്കണം. എടി, ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്കൊരു വിഷമമില്ലെന്ന്. വിഷമം ഉണ്ട് അമ്മയോട് ഇത്ര നല്ല കോമഡി അടിക്കോ? ഈ വാഴെ കൊണ്ട് ഞാൻ തോറ്റ്. എടി, നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാണ്, നീ ഇത് രാജിവെക്ക്. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അമ്മയ്ക്ക് എല്ലാവർക്കും ആഗ്രഹം ഈ വീട്ടിൽ നിന്ന് ഒരു MLA വേണോന്ന്. അത് ഈ MLA അല്ല, ഈ MLA. നീ എന്റെ മരുമോളാണ്. അതൊക്കെ പണ്ട്. MLA ആയ ശേഷം ഞാനിപ്പോ ഈ നാട്ടുകാരുടെ മരുമോളാണ്. ഇവിടെ നിന്റെ ഭാര്യയല്ലയോടാ? ഞാൻ ഇങ്ങനെ ഭാര്യയല്ല. MLA ആയ ശേഷം ഞാനിപ്പോ ഈ നാട്ടുകാരുടെ മകളാണ്. സുനിതേ, കണ്ടോ നിങ്ങളുടെ അമ്മയുടെ അസൂയ? അമ്മ വിഷമിക്കണ്ട. അടുത്ത വർഷം അമ്മയ്ക്ക് ഒന്നുകൂടെ ഇലക്ഷൻ നിൽക്കാമല്ലോ. വർഷം ഇലക്ഷൻ നിന്റെ അച്ഛനാണോ നടത്തുന്നത്? പറയണ്ട. എന്താണ് നിന്റെ അച്ഛനൊരു കുഴപ്പം? നിന്റെ അച്ഛൻ ആരെന്നറിയാമോ? ഇലക്ഷൻ കമ്മീഷനാണ്. ഇവര് പറയുന്ന കേട്ടതൊന്നും ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസറാണ്. ഇലക്ഷൻ വന്നവർക്കൊക്കെ ഇവർക്ക് തന്നെ വോട്ട് കൊടുക്കണം എന്നും പറഞ്ഞ് കമ്മീഷൻ കൊടുത്തതിന്റെ പേരിൽ അങ്ങേര് ഇപ്പൊ ജയിലില്ല. അതാ ഇവരെ ഇലക്ഷൻ കമ്മീഷൻ. കൊണ്ട MLA ഉള്ള അഹങ്കാരം നോക്ക്. അതെ, ഞാൻ വെറുതെ കുറെ ഇങ്ങോട്ട് MLA ആയിരുന്നല്ലോ. ജനവിധി എന്നോടൊപ്പമാണ്. അത് ശരിയാ, ജനങ്ങളുടെ വിധി അവരോടൊപ്പം. അത് നിങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ. നീ കൂടുതൽ പറയല്ലേ. ഞാനേ വോട്ട് ചോദിക്കാൻ വേണ്ടി ഒരു മരണ വീട്ടിൽ ചെന്നു. അവിടുത്തെ ചെറുക്കൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? എന്തുവാ? മരിച്ചുപോയ പാവ അപ്പൂപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് വോട്ട് തന്നിട്ട് മരിക്കണമെന്നായിരുന്നു. അമ്മ വിഷമിക്കണ്ട. മരിച്ചവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന പാർട്ടിയല്ലേ അമ്മയുടെ. അതൊക്കെ പോട്ടെ. ഞാൻ ജയിച്ചത് ഞാൻ കൊടുത്ത വാഗ്ദാനങ്ങളും ഉണ്ട്. അതെ, ഇവള് ജയിച്ചാലേ കേരളത്തിലുള്ള സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരും. ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ. ഉണ്ടോടി? എനിക്കറിയത്തില്ല. നമ്മൾ പഠിച്ചപ്പോഴൊക്കെ മലയാളം മീഡിയം അല്ലായിരുന്നോ? അതായിരിക്കും എനിക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഹിന്ദി മീഡിയം കൊണ്ടുവരും. അതാണോ വെറൈറ്റി ആണല്ലോ. എടി, ഞാൻ കൊടുത്തതാടി വാഗ്ദാനം. എന്തോന്ന്? ഞാൻ ജയിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഞാൻ കാറ് കൊടുക്കും. മഴക്കാറായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 കൊട കൂടി കൊടുക്കാൻ. അതെ, ഞാൻ കൊടുത്ത വേറൊരു വാഗ്ദാനം ഉണ്ട്. എന്തോന്ന്? പാവപ്പെട്ട ഓരോ വീടുകളിലും ഓരോ മാസവും ഓരോ കിറ്റ് വീതം. അമ്മേ, അത് നിസ്സാര സംഭവം ഒന്നുമല്ല കേട്ടോ. ഈ പാവപ്പെട്ടവർക്ക് അരി സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിന് ആര് പറഞ്ഞ അരിസാധനം കൊടുക്കാന്ന്? നീയല്ലേ പറഞ്ഞ കിറ്റ് കൊടുക്കാന്ന്? ഞാൻ കിറ്റ് കൊടുക്കാന്നല്ലേ പറഞ്ഞേ. അതിന്റെ അകത്തിടാനുള്ള സാധനം വേണമെങ്കിൽ അവര് പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയുന്നതാണ്, നീ ഇത് രാജിവെക്കേ. എനിക്ക് സൗകര്യമില്ല രാജിവെക്കാൻ. ഈ വീട്ടിലെ അവസാന വാക്ക് എന്റെ ആണെന്ന് പറഞ്ഞോടാ. ആണോ? അതെ, അമ്മയാണല്ലോ ഈ വീട്ടിൽ അവസാനം കിടന്നുറങ്ങുന്നത്. അപ്പൊ അമ്മയല്ലേ ലാസ്റ്റ് ഗുഡ് നൈറ്റ് പറയുന്നത്. അതാണ് അമ്മയുടെ അവസാനത്തെ വാക്ക്. കുഞ്ചലമേ, അമ്മേ, ഇവളുടെ സാരി തുമ്പേ തൂങ്ങിക്കിടക്കണം. നിന്നെ പിന്നെ കുഞ്ചലോന്നല്ല, ഒരു തോച്ചപ്പോ ഇവര് സ്വഭാവം മാറുന്നുണ്ടോ? ഇവരെ ഈ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന സ്വഭാവത്തിന് ഇലക്ഷൻ അറിഞ്ഞു കൊടുത്ത ചിഹ്നമാണ് ഇവരുടെ. എന്തോന്ന്? ഓന്ത്. അമ്മ ഇവള് ജയിച്ചതിന് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇവളുടെ കൂടെ ഞാനും ഇലക്ഷൻ പറക്കിനൊക്കെ പോയിട്ട് തന്നെ അവള് ജയിച്ചത്. വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പം കൂടെ ചിഹ്നം കൊണ്ടുവന്ന് അതൊരു ട്രെൻഡാടാ. എന്ത്? അവളുടെ ചിഹ്നം മരവാഴയല്ലേ, അതുകൊണ്ടാ നിന്നെ നിങ്ങൾ കൂടുതൽ പറയൊന്നും വേണ്ട. നിങ്ങൾ എന്തോ ചെയ്തെന്നൊക്കെ എനിക്കറിയാം. ഞാൻ എന്തോ ചെയ്തടി? എന്ത് എളുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയാൽ മതി എന്ന് എവിടെന്നോ പറയുന്നതും കേട്ടിട്ട് ഇവരെന്തോ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തെന്നറിയാമോ? എങ്ങനെ എളുപ്പത്തിൽ മരുമോളുമായി ചാടി ഉണ്ടാക്കാം. നിങ്ങൾ നോക്കിയില്ലേ? നോക്കി. ഇവള് എന്നെ പറഞ്ഞു, നാളെ ഇവള് നിന്നെ പറയും. ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാൻ MLA ആയിട്ട് കിട്ടണ ഫസ്റ്റ് സാലറി കൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന് ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കും. ഇവനാവുമ്പോ തൊടല് മതി. എടോ, നിങ്ങളെ കളിയാക്കിയതാണോ? ആണോ അമ്മേ?
എന്റെ പാവം കുഞ്ഞിനെ കണ്ണും കലാശം കാണിച്ച് നിന്റെ സൈഡിലോട്ട് വളച്ചെടുത്തല്ലേടി. പിന്നെ എന്റെ സൈഡിലോട്ട് വളയ്ക്കാൻ ഇയാളാണ് സ്റ്റിയറിംഗോ? എന്നെ കളിയാക്കിയതാടാ. ആണോ സുനിതേ? എന്റെ ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് ഞാൻ ഈ മണ്ഡലം നന്നാക്കും. എന്നെ നന്നാക്കുന്നോ? അയ്യോ, മണ്ഡലം നന്നാക്കും, മണ്ഡലം നന്നാക്കും. ആദ്യം നീ വീടൊന്നും നന്നാക്കും. അത് ഇപ്പൊ ശരിയാക്കി തരാം. അമ്മ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവോ? എന്തിന്? നിങ്ങളല്ലേ പറഞ്ഞ വീട് നന്നാക്കണോ? എടീ, ദാ, നിന്നെ പെറ്റി വളർത്തിയ അമ്മയാണോ നിനക്കിഷ്ടം അതോ നിന്റെ പെണ്ണുപിള്ളയാണോ നിനക്കിഷ്ടം? ഓ, ലോകത്തിലെ എല്ലാ ആണുങ്ങളും ഉത്തരം മുട്ടുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ ഇത്. ഓ, അല്ലേ ഞാൻ പൊളിച്ചേനെ. നിന്റെ കർണതല്ലയോ പൊളിച്ചാനെ. നിന്റെ ഭാര്യ അത് നിലക്കി നിർത്താൻ നോക്കും. അതങ്ങ് നിയമസഭയിൽ പോയി പറഞ്ഞാ മതി. MLA ആയപ്പോ അവളുടെ അഹങ്കാരം. അതെ. ക്ലൈമാക്സ് റെഡി. ഞാനോ? അല്ല ഞങ്ങളോ? നീ MLA ആയപ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് ക്ലൈമാക്സ് പറഞ്ഞോളാന്ന്? അതെ, ഞാനേ MLA അങ്ങനെ പല വാഗ്ദാനങ്ങളും തന്നിരിക്കും എന്നും പറഞ്ഞ് അതൊക്കെ നിറവേറ്റാൻ നടക്കുമെന്നോ? അപ്പൊ ക്ലൈമാക്സോ? ഇനി 5 വർഷം ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് തോന്നി. അപ്പൊ അല്ല, MLA. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. 1 സെക്കൻഡ് ആ അടിപൊളിക്ക് വേണ്ടി. കമോൺ ഗേൾസ്, ലെറ്റ്സ് ഡു ഇറ്റ്. 1 2 3. ആ കൗണ്ടേഴ്സ് അപ്പൊ ഞങ്ങള് മക്കളൊരു കാര്യം പറയട്ടെ, എന്ത് പറ്റിയെന്നറിയില്ല. ശരിക്കും പറഞ്ഞ നിങ്ങളുടെ പെർഫോമൻസ് വെച്ച് വടക്കേക്കരക്കാര് വരണ്ടേ, അവര് പറയണ്ടേ. ഒന്ന് പറഞ്ഞേണ, വടക്കേക്കരക്കാര് പ്രസന്റ് വരണ്ടായിരുന്നു നിങ്ങള്. പക്ഷെ അവർക്ക് ഇഷ്ടം തെക്കേക്കര. എന്ത് ചെയ്യാനാ? ചോദിച്ചു നോക്ക്, ഏതാ ഇഷ്ടം നിങ്ങൾക്ക്, ഇവിടെയാണോ അവിടെയാണോ? ഹലോ, രണ്ടുപേരെ ഇഷ്ടം. ബാലാമണിക്ക് വേണ്ടി ഞങ്ങളുടെ തൊണ്ടയിട്ട് അലച്ച് ബാധിച്ച് അല്ലല്ല, ചോദ്യത്തിന് മുമ്പിലാണ് എന്റെ ഉത്തരം മുട്ടുന്നത്. മുത്തേ, നിന്റെ പെർഫോമൻസ് അടിപൊളിയാണ് ട്ടോ. ആദ്യം നിങ്ങളെ ഇവർ രണ്ടുപേരും കൂടി മോനെ ട്രോളി, ഇനി ഒറ്റയ്ക്ക് നിന്നെ തന്നെ ട്രോളി. അത് അടിപൊളിയായിരുന്നു. നല്ല കണ്ടന്റ് ആയിരുന്നു. ആ കണ്ടന്റിനകത്തുകൊണ്ട് നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. അതായത് ആക്ഷേപഹാസ്യം പണ്ടും MLA രാഷ്ട്രീയ സ്കിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലൈമാക്സ് 5 കൊല്ലത്തിനകത്ത് എപ്പോഴും പറയാം. നല്ല തോട്ടായിരുന്നു. ബാലാമണി ചെയ്ത ക്യാരക്ടർ അല്ലേ ഈ ബാലമണി ഇവിടെ വന്ന് ആദ്യത്തെ സ്കിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു അമ്മ പിടിച്ച് അന്ന് തൊട്ട് സൂപ്പർ. ഓരോ അമ്മ ക്യാരക്ടറിന്റെ ഒബ്സർവേഷൻ, ബോഡി ലാംഗ്വേജ് സൂപ്പർ. വോയിസ് മോഡുലേഷൻ പോലും. അല്ല, അത് മാത്രല്ല, സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ്. എക്സ്ക്യൂസ് മീ യുവർ ഓണർ, മേ ഐ? നോ, അവിടെ നിൽക്കോടാ നീ. സ്കൂൾ കുട്ടിയാണ്. ബട്ട് വാട്ട് ആൻ ഒബ്സർവേഷൻ. ഈ 2 ഫ്രണ്ട്സ്, ദേ ആർ വെരി ഗുഡ്. മത്സരിച്ച് അഭിനയിക്കുന്ന 2 ഫ്രണ്ട്സ്. അതില് എന്റെ ചക്കര തേജസ്. തേജസ് എപ്പോഴും ഒരു അടിമ ഭർത്താവാണ്, പക്ഷെ നല്ലൊരു അടിമ. അവരുടെ ബോഡി ലാംഗ്വേജ് അതെ, ആ ഒരു എളിമയും അതെല്ലാം ഭയങ്കര നന്നായിട്ട് നല്ലൊരു ടീമായി നിങ്ങള്. MLA സൂപ്പർ ആയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. അവര് സംസാരിക്കാണ് നമ്മുടെ ടീമിനെ. എന്ത് ചെയ്യാനാണ് ഈ അവസരം? അല്ല, അവർക്ക് പറ്റിയ ഒരു തെറ്റ് അതായിരുന്നു. അവർക്ക് പറ്റിയ ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്നത് അവര് തെക്കേക്കര പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ മാറ്റിയെടുത്തില്ലേ? നിങ്ങളിപ്പോ വാതോരാതെ സംസാരിച്ചില്ലേ? ടീമിൽ വന്നെങ്കിൽ നിങ്ങൾ ശരി. നല്ലൊരു സ്കിറ്റ് കണ്ടു. അത് തെക്കേക്കരയ്ക്ക് നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കാം. റെഡി, 1 2 3. ഇനിയാണ് മെയിൻ കാര്യം പറയാം. ബാലമണിക്കുട്ടി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സിനിമ വിശേഷം പറയൂ. അടിപൊളി. എന്റെ ഫസ്റ്റ് മൂവി പള്ളിച്ചട്ടമ്പി ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു എല്ലാം. ഓഡീഷൻസ് ഉണ്ടായിരുന്നു, 3 ഓഡീഷൻ ഉണ്ടായിരുന്നു. സെലക്ട് ആയി, അങ്ങനെ കയറിയതാ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. റൈറ്റ് ട്രാക്ക്, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ ഇന്ന് ബാലമണിയാണെങ്കിൽ നാളെ തേജസ്സും വേദയും. ആക്ച്വലി സിനിമ ചെയ്തിട്ട് കൊറേ സിനിമകൾ ചെയ്ത ഒരാളാണ് തേജസ്. അവൻ സീനിയർ ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ഇവിടെ കടന്നു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ആണോ? നല്ല പ്രായമുണ്ട്. അതെ, ഇത് ഞങ്ങളുടെ സീനിയർ സിറ്റിസനും. അല്ല, നിങ്ങൾ കാണുമ്പോ ഇത്രയല്ലേ, ഞാൻ അതൊന്നും ചെറുത് കണ്ടേ. എന്റെ മുമ്പിലാണ് ഇവൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ വിചാരിച്ചതേ ആദ്യമായി ഇവൻ അഭിനയിച്ചതും ഇവന്റെ വളർച്ച കണ്ടതും ആൻഡ് അന്ന് തൊട്ട്. പക്ഷെ അന്ന് ഇവന് സിങ്ക് സൗണ്ട് ആണ് ചെയ്യാറുണ്ടായിരുന്നത്, സോറി ഡബ് സ്മാഷ് ആണ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഇവന്റെ നമ്മൾ കുറേ മാസങ്ങളായിട്ട് സൗണ്ട് കേൾക്കാത്തൊരു തേജസ്സായിരുന്നു. പക്ഷെ ഇന്ന് അവന് സ്വന്തം ഒരു ക്യാരക്ടർ പിടിച്ച് അഭിനയിക്കുകയാണ്, സ്വന്തമായി ഡബ് ചെയ്യാണ്, ലൈവായിട്ട് പെർഫോം ചെയ്യാണ്. സോ പ്രൗഡ് ഓഫ് യു.
അപ്പൊ ഞങ്ങളുടെ ടീം എത്ര സ്ട്രോങ് ആണെന്നുള്ള മനസ്സിലായല്ലോ. സിനിമയിൽ അഭിനയിക്കുന്നവരാണ് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ് അതിന്റെ ഒരു തെളിവ്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത തവണ വരുമ്പോ വേദ നമ്മുടെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് പറയാം കേട്ടോ. ആ, അതെ, ഞങ്ങളുടെ ഉച്ചമ്പം നമ്മുടെ തന്നെ ആയിരിക്കുമല്ലോ. അവർ അഹങ്കരിക്കട്ടെ. ചേച്ചി അവർ കാണട്ടെ ചേച്ചി ആ ചാർജ് ആയ ബാറ്ററി. ഓ കാണാം. അവർ കാണട്ടെ, സന്തോഷത്തോടെ നോക്കിക്കോളൂ. യെസ്. കമോൺ. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് കിട്ടിയിരിക്കുന്നു 24,000 rupees. യെസ്. ദേ സൂപ്പർ.